ശബരിമല തീർത്ഥാടനം ആരംഭത്തിൽ തന്നെ പാളിയിരിക്കുന്നു. മുന്നൊരുക്കങ്ങളൊന്നും തന്നെ നടത്താത്തതാണ് തീർത്ഥാടനം ആരംഭത്തിൽ തന്നെ പാളിപ്പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുന്നൊരുക്കങ്ങളൊന്നും നടത്താത്ത ഒരു തീർത്ഥാടനം. മുന്നൊരുക്കങ്ങളിൽ പലപ്പോഴും പരാതികളും പരിഭവങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു മുന്നൊരുക്കങ്ങളും നടത്താത്ത ശബരിമല തീർത്ഥാടന ചരിത്രത്തിലെ ആദ്യത്തെ തീർത്ഥാടനമാണ് ഇത്തവണത്തേത്. അതോടെ ഇന്നലെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അനുഭവിച്ചത് സത്യത്തിൽ മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ നടന്നത്. മുന്നൊരുക്കങ്ങളൊന്നും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും നടത്താതിരുന്നത് ബോധപൂർവമാണ്, മനഃപൂർവമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും LDFന്റെയും രാഷ്ട്രീയ അജണ്ട ശബരിമലയിൽ വീണ്ടും നടപ്പാക്കുകയാണോ എന്ന സംശയമുണ്ട്. ഏതായാലും ഈ സംഭവം ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ, ശബരിമലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉറപ്പുവരുത്താൻ ഭാരതീയ ജനതാ പാർട്ടി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് വിജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭാരതത്തിലെ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളായ കാശി, അയോധ്യ, ബദരീനാഥ്, കേദാർനാഥ് ഇതെല്ലാം തന്നെ മോദി സർക്കാർ വികസിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയും അവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യപൂർവ്വം ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ തീർത്ഥാടകന്മാർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാർ മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയിരിക്കുകയാണ്. മുന്നൊരുക്കങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഇത്തവണ പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ്. അത് യാദൃശ്ചികമല്ല, വളരെ ബോധപൂർവമാണ് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗുരുതരമായിട്ടുള്ള ആരോപണം. BJPയുടെ ഒരു പ്രതിനിധി സംഘം ഉടൻ തന്നെ ശബരിമല സന്ദർശിക്കും. ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കും. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ശബരിമല ഉണ്ടാക്കാൻ, അത് ഉറപ്പുവരുത്താൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിശ്വാസികളുടെ 1 കോടി വിശ്വാസികളുടെ ഒപ്പ് ശേഖരിക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. വീട് വീടാന്തരം ഇറങ്ങിയിട്ടാണ് ഈ ഒപ്പ് ഞങ്ങൾ ശേഖരിക്കുന്നത്. ഒപ്പ് ശേഖരണത്തിൽ ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത് ശബരിമലയിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.